നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. BJPയെ നേരിടാൻ ഒരുങ്ങിയ ഇന്ത്യ മുന്നണിക്ക് കാര്യങ്ങൾ പിഴയ്ക്കുന്നോ? ഒരുമിക്കും ഭാരതം, വിജയിക്കും ഇന്ത്യ എന്ന പ്രചാരണ മുദ്രാവാക്യത്തിലെ ഒതുങ്ങുമോ മുന്നണിയുടെ ഊർജം? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമെന്ന് ഏവരും വിശേഷിപ്പിച്ച മത്സരമാണ് 5 സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ നടന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ എന്ന സഖ്യത്തിൻ്റെ ശക്തി അളക്കുന്ന പ്രധാന പോരാട്ടമായിരിക്കും ഇത്. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കും BJP വെല്ലുവിളിയായതോടെയാണ് 23 പാർട്ടികൾ ചേർന്ന് സഖ്യത്തിന് രൂപം നൽകിയത്. ഒറ്റയ്ക്ക് നിന്ന് മോദിയെയോ BJPയോ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. BJP ഭരണപക്ഷമോ മുഖ്യ പ്രതിപക്ഷമോ ആയ സംസ്ഥാനങ്ങളിലാണ് മുന്നണി പൊതു സ്ഥാനാർത്ഥി ഉണ്ടാക്കുക. കേരളത്തിലും പഞ്ചാബിലും പൊതു സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല. ബംഗാളിൽ തങ്ങളുടെ ആളുകളെ പൊതു സ്ഥാനാർത്ഥികളാക്കണമെന്ന തൃണമൂലിൻ്റെ ആവശ്യത്തിന് കോൺഗ്രസ് അനുകൂലമാണ്. എന്നാൽ CPM ഇത് അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ വന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ 100-ലധികം സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കില്ല. കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മുന്നണി സംവിധാനം ആവശ്യമില്ലെന്നാണ് CPMന്റെ കാഴ്ചപ്പാട്. 1977 മുതൽ 1999 വരെയുള്ള ഘട്ടം കൂട്ടുകക്ഷി സർക്കാരുകളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. 1980-89 കാലയളവിലെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, 1991-96 നരസിംഹറാവു എന്നീ സർക്കാരുകൾ മാറ്റി നിർത്തിയാൽ 7 കൂട്ടുകക്ഷി സർക്കാരുകളാണ് കാലാവധി പൂർത്തിയാക്കാതെ പോയത്. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി ഭരിച്ചത് 2 വർഷം 4 മാസവും മാത്രമാണ്. ജനതാ പാർട്ടി സെക്കുലർക്കാരനായ ചരൺ സിംഗ് ഏകദേശം 20 ദിവസം കഷ്ടിച്ചു നിന്നു. VP സിംഗ് നയിച്ച ജനതാദൾ 1 വർഷം പൂർത്തിയാക്കി. പിന്നാലെ എത്തിയ ചന്ദ്രശേഖറിന്റെ സമാജ്വാദി ജനതാ പാർട്ടിക്ക് 7 മാസം മാത്രമാണ് നിലനിന്നത്. ജനതാദൾ ദേവഗൌഡ 10 മാസം, ജനതാദൾ ഗുജറാൾ 11 മാസം, NDA വാജ്പേയി 1 വർഷം 7 മാസം എന്നിങ്ങനെയാണ് കാലയളവ്. ഇതിനിടയിൽ 16 ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു BJP വാജ്പേയി സർക്കാരുമുണ്ട്. പിന്നീട് 1999, 2004 NDA വാജ്പേയി സർക്കാർ, 2004, 2009 2009, 2014 UPA സർക്കാരുകൾ, 2014 മുതൽ നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരുകൾ. ഇവ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ യാഥാർത്ഥ്യമായിരുന്നു. 2019 300 സീറ്റുകൾ BJP നേടി. പകുതിയിലധികം മണ്ഡലങ്ങളിലും 50% വോട്ട് വിഹിതം പാർട്ടിക്ക് നേടാനുമായി. 1984 ശേഷം ഒരു പാർട്ടി ഒറ്റയ്ക്ക് നേടിയതാണ് ഈ വോട്ട് വിഹിതം. കൂട്ടുകക്ഷി മുന്നണിയിലൂടെ അല്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കാമെന്നാണ് BJP ഇപ്പോൾ സ്വപ്നം കാണുന്നത്.